ഇപ്പോൾ നമ്മൾ സിറ്റിയിലോട്ടാണെങ്കിൽ അയൺമാൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ മാൻഷനിൽ പോയിട്ട് നമ്മൾ ഷിൻചാനാണെങ്കിലും കാണുന്ന കുറേ ദിവസം കൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കൊണ്ടുപോകാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കാനും മലമുകളിൽ വന്ന് എന്താണ് പരിപാടി എന്ന്. സോ ഗൈസ്, നമ്മൾ ആൾറെഡി പ്ലാൻ ചെയ്തൊരു ട്രിപ്പും കാലൊക്കെ നമ്മൾ മൗണ്ട് ചില്ലായിട്ട് പോകാനായിരുന്നു. പക്ഷേ പകുതി എത്തിയുള്ളത് ഷിൻചാൻ പറഞ്ഞു എനിക്കിന്ന് തന്നെ അയൺമാനെ കാണണമെന്ന്. അതുകൊണ്ട് നമ്മളിപ്പോൾ അയൺമാനെ കാണാൻ വേണ്ടി പുള്ളിക്കാരൻ്റെ മാൻഷനിലോട്ട് പോവാണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് കൊണ്ടാക്കിയിട്ടെങ്കിൽ തിരിച്ചു വരത്തേ ഉള്ളൂ. നമ്മളെ കയ്യിലിരിക്കുന്ന വണ്ടിയും കാലൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. താണ്ട ഇതാണ് ഗൈസ് നമ്മളിരിക്കുന്ന വണ്ടി. ഇത് കിടിലെ ഓഫ് റോഡ് വണ്ടിയാണ്. പക്ഷേ ഈ ഒരു ഓഫ് റോഡ് വണ്ടിയിൽ നമുക്കാണെങ്കിൽ അയൺമാനെ കാണാൻ പോകാനും പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഗൈസ്. അണ്ണാ നമ്മളെന്തായാലും അയൺമാനെ കാണാൻ പോകുമ്പോൾ കുറച്ച് ലക്ഷറീസ് ആയിട്ടേ പോകാം. കാരണം പുള്ളിക്കാരൻ്റെ ഇരിക്കുന്ന കാർ കളക്ഷനെ പറ്റി അണ്ണൻ അറിയാലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ മൈക്കിൾ അണ്ണനാണെങ്കിൽ ഒരു സൂപ്പർ എടുത്തെന്ന് ഞാൻ കേട്ടായിരുന്നു. നമുക്ക് നൈസാട്ടനെ ആ സൂപ്പറേക്ക് പോയി എടുത്താലോ. പുള്ളിക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് തരാതിരിക്കത്തില്ല ഗൈസ്. അത് പറഞ്ഞുള്ളതാണ് ഗൈസ്. നമ്മൾ മൈക്കിളാണെങ്കിൽ ഒരു പുതിയ വണ്ടിയും കാലൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് ആൾറെഡി ഒരു ഡ്രൈവ് തരാമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു കാർ എടുത്തിട്ട് മാൻസിലോട്ട് അതാകുമ്പോഴേക്കും നമുക്കൊരു ലക്ഷറീസ് ലുക്കും കാലം കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോയിട്ട് വരാൻ മച്ചാമാരെ. അണ്ണാ സംഭവമൊക്കെ ശരി തന്നെ. നമ്മളതിൽ ലക്ഷറീസ് കാറിലൊക്കെയാണ് പോകുന്നത്. പക്ഷേ ലക്ഷറീസ് ലുക്കും കൂടെ ആവണമെങ്കിൽ അണ്ണൻ ഈ ട്രൗസർ അതുപോലെ തന്നെ ബന്നിനും കൂടെ ഒന്ന് മാറ്റിയാലും നല്ലതായിരുന്നു. അല്ലെങ്കിൽ പിന്നെ കയറി കാണുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ എത്തണം. ഈ വണ്ടിയിലാണെങ്കിൽ വലിയ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര നോക്കിയിട്ട് കയറാൻ പറ്റത്തില്ല. എങ്ങനെ കയറും എന്തായാലും അവസാനം എന്തായാലും കയറാൻ പറ്റുക ഗൈസ്. ഓക്കെ, എന്തായാലും പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സുപ്രീം കാലൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മൈക്കിളെണ്ണം പിന്നെ വേറെ ആർക്കെങ്കിലും കൊടുക്കും. കാരണം ട്രവറണ്ണൻ ആൾറെഡി ചോദിച്ചു വെച്ചിരിക്കുകയാണ് ഡ്രൈവർ. പിന്നെ ഫ്രാങ്ക്ലിനെ ആയിക്കൊണ്ടാണ് പുള്ളിക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്ന എടുത്ത് വിളിച്ചു പറഞ്ഞത്. എടാ, നീ മാത്രമേ കയറി കാണുന്നുള്ളൂ അയൺമാനെ. ഞാൻ എന്തായാലും കയറി കാണത്തൊന്നുമില്ല. നിന്നെ അവിടെ ആക്കുന്നു, ഞാൻ തിരിച്ചു വരുന്നു. അതാണ് നമ്മളെ പ്ലാൻ. ഞാൻ ആൾറെഡി പറഞ്ഞല്ലോ എനിക്ക് വേറെ പരിപാടി കുറേ ഉള്ളതാണ് ഇന്നത്തെ ദിവസം. ഓ, അതങ്ങ് ഞാനങ്ങ് പറഞ്ഞു. എന്നാൽ പിന്നെ കുഴപ്പമില്ല. ഈ ഡ്രസ്സിലൊക്കെ വന്നാൽ മതി. പിന്നെ നമുക്ക് ഒരു ദിവസം ട്രിപ്പ് പോകണം കേട്ടോ അണ്ണൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട്. ഒന്ന് പോയുടെ ചിഞ്ചാനെ. കഴിഞ്ഞ വട്ടം നമ്മൾ ട്രിപ്പിന് പോയ വീഡിയോ ആരും കണ്ടിട്ട് പോലും ഇല്ല. ഇനിയാണ് അടുത്ത ട്രിപ്പ്. ഞാനൊന്നും ഇല്ല ഇനി അടുത്ത ട്രിപ്പിന് വരാൻ. എന്താണ് അങ്ങനെ ഒരു ടോക്ക്? എന്തായാലും നമുക്ക് അടുത്തൊരു വട്ടം ട്രിപ്പിന് പോയേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ വട്ടത്തെ ട്രിപ്പിന്റെ വീഡിയോ ആണത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഒന്ന് കാണാതെ കിടക്കാൻ പോലത്തെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പും കാലൊക്കെയായിരുന്നു. സോ അതിൻ്റെ ഒരു പാർട്ട് 2 നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തില്ല. അതിന്റെ പാർട്ട് 2 കിടിലാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടെന്ന് ജസ്റ്റ് അണ്ണനൊക്കെ സപ്പോർട്ട് ചെയ്യുക. പോരാണ് എത്ര. എടാ, നമ്മൾ മൈക്കിളിന്റെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടോ. ഇനി അവിടെ ചെല്ലുമ്പോഴേക്കും വണ്ടി വല്ലതും തരുത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഓഫ് റോഡ് ചക്ക വണ്ടിയും കൊണ്ട് പോവേണ്ടി വരുമല്ലോ അവിടെ ചിഞ്ചാൻ. അണ്ണ ആരങ്ങനെ പറഞ്ഞാലും നമ്മളെ മൈക്കിൾ അണ്ണൻ അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. പുള്ളിക്കാരെ അവിടെ തന്നെ കാണുമായിരിക്കും. നമുക്ക് ആ ഒരു സുപ്രയും കൊണ്ട് അതാ അവിടെ സുപ്രയും മൈക്കിളാണ് അവിടെ തന്നെ നിപ്പോണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ഇരിക്കും. അവിടെ എന്തായാലും വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് പേടിക്കുന്ന വേണ്ടല്ലോ. നമുക്ക് എന്തായാലും ആ ഒരു വണ്ടി കൊണ്ട് നമ്മൾ അയൺമാനെ കാണാൻ പോകും. പിന്നെ അയൺമാനെ കാണാൻ പോകുമ്പോൾ നീ എന്തൊക്കെയാണ് പറയാനിരിക്കുന്നത് അതെന്നോട് പറയാം. ഒരു കാര്യം എന്തായാലും ഞാൻ ഉറപ്പ് പറയാം. ഞാൻ എന്തായാലും തിരിച്ചു വരുമ്പോൾ പഴയ ചിന്താനായിരിക്കത്തില്ല. കാരണം ഞാൻ പോകുന്ന അയൺമാനോട് പുള്ളിക്കാരനോട് ഞാൻ ചെറുതായിട്ട് സൂപ്പർ പവറൊക്കെ തരുമോ ചോദിക്കും. തരുമോ ഇല്ലയോ എന്തായാലും നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട്. ചോറും കറിയൊന്നുമല്ല ചോദിക്കും നിനക്ക് സൂപ്പർ പവർ എടുത്തു തരും. എനിക്ക് തോന്നില്ല എടുത്തു തരുമെന്ന്. എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി എടുത്തിട്ട് പോകാം. എടാ മൈക്കിളെ, കൊള്ളാൽ ഇത് എത്ര രൂപ ഈ വണ്ടി ഇറക്കിയപ്പോൾ? ഫ്രാങ്ക്ലിനെ വണ്ടിയുടെ പ്രൈസ് ആലോചിച്ചൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇതിന്റെ നമ്പർ പ്ലേറ്റ് ഉണ്ടോ നിനക്ക് വേണ്ടി നിന്റെ ചാനലിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിനെ വെച്ചിരിക്കുകയാണ് അസൂറേറ്റ്. അപ്പോൾ നിന്റെ ചാനലാണെന്ന് ആൾക്കാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിനെ വേണമെങ്കിൽ ഈ ഒരു സൂപ്പർ നിനക്ക് എടുത്തോളം തരാം. അതാകുമ്പോൾ നിന്റെ ഷിൻചാനും നീയും ഹാപ്പി ആവില്ല. എന്തായാലും ഞാൻ ഇവിടുന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാർ ഇനി ആവശ്യം വരത്തില്ലായിരിക്കും. ഞാൻ ഒന്നുകിൽ സെയിൽ ചെയ്യും, ഇല്ലെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തരാം. ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുവാണ്. ഇതിപ്പോൾ നമ്മൾ മൈക്കിൾ നമുക്ക് ഒരു ഓഫറും കാലൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഓഫറിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാറും കാലൊക്കെ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പവർ ആക്കുക. എൻ്റെ മോൻ ഇതിൻ്റെ സൈലൻസറും ഒക്കെ ഒരു വിഷയം സാധനമാണ് ഗെയ്സ്. ഓക്കെ, എന്തായാലും നമുക്ക് അവിടെ പോകുമ്പോഴേക്കും അവിടെ നമ്മൾ അയൺമാൻ്റെ കയ്യിലിരിക്കുന്ന വണ്ടീനെക്കാട്ടിയും ഏറ്റവും ലുക്ക് ഇതായിരിക്കും ഗെയ്സ്. ഓക്കെ, ഇവിടെ മുകളിൽ കൂടെ ലൈറ്റും കാലൊക്കെ ഇങ്ങനെ മാറുന്നുണ്ട് ഗെയ്സ്. സെറ്റാണ് കേട്ടോ. ഇത് ഫുള്ളി മോഡാണ്. നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ മോഡ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. കാരണം ഫുള്ള് അപ്പാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. കൺട്രോൾ ആവട്ടെ, ബാക്കി എല്ലാം സെറ്റാണ്. അപ്പോൾ ഇത് നമ്മളൊരു പേഴ്സണൽ വണ്ടിയാക്കി എടുക്കണോ വേണ്ടേ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി നൈസായിട്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു പേഴ്സണൽ വണ്ടിയാക്കി എടുക്കാം. ഈ വണ്ടി പോലെ നമ്മൾ പേഴ്സണൽ വണ്ടിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ പറയേണ്ട പവർ ആയിരിക്കണം. കാരണം ഇത് കിടിലാണല്ലോ, ഫുള്ളായിട്ട് മോഡൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് സെറ്റാക്കാൻ നോക്കാം. എടാ ചിഞ്ചാന, നമ്മൾ അയൺമാൻ്റെ മാൻഷൻ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ എവിടെയാണ്ടാണ് ഞാൻ കുറേ നാളായി പോയിട്ട്. നമുക്ക് എന്തായാലും അന്ന് ഞാൻ പോയ ടൈമിലാണെങ്കിൽ എന്നെ കയറ്റി വിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നിനി പോകുമ്പോഴേക്കും ഇതിൻ്റെ അകത്തോട്ട് ഇനി കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. സെക്യൂരിറ്റിയും കാലം ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കയറാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്താൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം പുള്ളിക്കാരൻ എന്തോ റിസർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കേട്ടത്. അണ്ണൻ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ക്യാമറയുടെ ഫ്രണ്ടിൽ എൻ്റെ മോൻ കണ്ടാൽ തന്നെ അത് ഓട്ടോമാറ്റിക് തുറന്ന് നമ്മളെയൊക്കെ അതിൻ്റെ അകത്തോട്ട് കയറ്റി വിടും. അതൊക്കെ ആലോചിച്ചാണ് അണ്ണൻ ഇപ്പോഴേ ടെൻഷൻ അടിക്കുന്നത്. എൻ്റെ പൊന്ന് ചിഞ്ചാനെ, നിന്റെ തെള്ളം നിർത്താൻ പറ്റും. ആ റൈറ്റ് സൈഡിൽ കണ്ടോ, ആ മരത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ആ ഒരു അയൺമാൻ്റെ മാൻഷൻ എന്നാണ് നമുക്ക് തോന്നുന്നത്. അതേം തോന്നുന്നു ഗൈസ്. നമ്മൾ ആ ഒരു തീമും കാലം കാണുമ്പോഴേക്കും അതാണ്. ഞാൻ കുറേ നാളായി വഴിയൊക്കെ വന്നിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ഫൈനലി അയൺമാൻ്റെ മാൻഷനിലോട്ട് എത്തിയിട്ട് മുകളിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് കാണുമായിരിക്കുമല്ലോ.
ഇതിന് ഫ്രണ്ടിൽ കുറേ കാറ് കിടപ്പുണ്ട്. ഇതൊക്കെ ഏത് കാറാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇത് ബുഗാട്ടി ആണെന്ന് തോന്നുന്നു ഗൈസ്. ബാക്കിലൊരു കാർ കിടപ്പുണ്ട്, പിന്നെ ഒരു വാനൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും ഈ ഒരു ഡോറ് തുറന്ന് തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ഓ മൈ ഗോഡ്, എൻ്റെ മോനെ ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങനെ ഡോറും കാലൊക്കെ തുറന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടുണ്ട്. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. ഇത് ഒരു കിടിലം പോലത്തെ ഒരു റോഡൊക്കെ തന്നെയാണ് വീട്ടിലെ പണിന് വെച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് അവിടെ എവിടെയാണ് അയൺമാൻ എന്നൊക്കെ നോക്കണം. സോറി, ഞാനല്ല നോക്കാൻ പോകുന്ന, നമ്മുടെ ഷിൻചാനായിരിക്കും. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് അങ്ങ് ഡ്രോപ്പ് ചെയ്ത് വിടത്തതേ ഉള്ളൂ. എൻ്റെ മോനെ ഗൈസ്, ഫ്രണ്ട് ഇടുന്ന കാറും ഒക്കെ സൂപ്പറൊക്കെ മാറി നിൽക്കുമല്ലേ ഗൈസ്. എന്നാലും നമുക്ക് അതിനൊക്കെ കാറൊക്കെ ഫ്യൂച്ചറിൽ എടുക്കാം. ഏട്ടാ ഷിൻചാൻ, എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് പോവാം. നീ എന്തായാലും ഇവിടെ ഇറങ്ങി അയൺമാനെയൊക്കെ കണ്ടിട്ട് വന്നാൽ മതി. ഓക്കെ, ഇതെന്തായാലും ഫ്രാങ്ക്ലിനാണെങ്കിൽ നൈസായിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അയൺമാനോട് പുള്ളിക്കാരുടെ സ്യൂട്ടും അതുപോലെ തന്നെ പവറൊക്കെ തരുമോ എന്നൊക്കെ ചോദിക്കാം. അതിനുമ്പോൾ നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കാണണം. മൊത്തത്തിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അണ്ടർഗ്രൗണ്ടിലായിരിക്കും മിക്കവാറും അയൺമാൻ കാണുന്നത്. നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കാം. ഓ, ഇത് കിടിലം പെയിൻറ്റിങ് ആണല്ലോ ഗൈസ്. നമ്മൾ അയൺമാൻ്റെ പെയിൻറ്റിങ് ആണല്ലോ, വെട്ടോ കടിയും കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കിടിലം പോലത്തെ ഒരു സെൽഫി ഒക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷേ കയ്യിൽ ഫോണില്ല. എന്നിട്ട് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിയേ കാണാം. ഇവിടെ അപ്പുറം കടലാണ് കേട്ടോ, ഫുള്ള് കടലാണ്. അങ്ങോട്ടൊക്കെ പോയാൽ പിന്നെ ജീവനോട് തിരിച്ചു വരാൻ പോലും പറ്റത്തില്ല. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, പിന്നെ ജിമ്മുണ്ട്. ഓക്കെ ഗൈസ്, ഡ്രസ്സൊക്കെ മാറുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മെയിൻ ഏരിയ, നമ്മളിവിടെ മെയിനായിട്ട് വന്നത് എന്താ പറയുക, അണ്ടർഗ്രൗണ്ടിൽ പോകാനാണ് ഗൈസ്. അണ്ടർഗ്രൗണ്ടിലാണ് എല്ലാം ഇരിക്കുന്നത് ഗൈസ്. അയൺമാനും അതുപോലെ തന്നെ അയൺമാൻ്റെ സ്യൂട്ടും ബാക്കി കാലം ഗൈസ്. എൻ്റെ മോനെ ഇതുകൊണ്ട് സ്യൂട്ടിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അയൺമാനാണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ചോദിക്കാം കേട്ടോ. ഹലോ അയൺമാനെ, മനസ്സിലായോ എന്നെ? ചോദ്യമാണ് ഷിൻചാൻ, എന്നെക്കാട്ടി ഫാൻസ് നിനക്കല്ലേ? അപ്പം നിന്നെ അറിയാത്ത ആരെങ്കിലും ഇവിടെ കാണോ? നിങ്ങൾ വരുന്നത് ഞാൻ കണ്ടായിരുന്നു, അതാണ് ഗേറ്റ് ഓപ്പൺ ആക്കി തന്നത്. എന്താണ് പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? അത് പിന്നെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്, അയൺമാൻ്റെ സ്യൂട്ട് ഒരു ദിവസത്തെങ്കിലും കിട്ടണം. പിന്നെ അയൺമാൻ്റെ കുറച്ച് പവറുകളൊന്നും കിട്ടിയാൽ കൊള്ളായിരുന്നു. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നും കളിയാക്കരാണ് അയൺമാൻ്റെ ഫാനാണെന്ന് പറയുമ്പോഴേക്കും. കാരണം എനിക്ക് അങ്ങനെ പവറൊന്നും ഇല്ലല്ലോ, മനസ്സിലായി. അതുകൊണ്ടാണ് ഏതിലും കുറച്ച് പവറൊക്കെ തന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതിനാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് ലാബിലോട്ട് പോവാം. പിന്നെ ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞാൽ, കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ. നിനക്ക് പവർ കിട്ടുന്നത് മാത്രമല്ല, ഈ പവർ നീ നല്ല രീതിയിൽ മാത്രമേ യൂസ് ചെയ്യാവൂ. ഇന്നത്തെ ഒരു ദിവസം മാത്രമേ നിനക്ക് ആ ഒരു പവറും കിട്ടത്തുള്ളൂ, സ്യൂട്ടും കിട്ടത്തുള്ളൂ. കാരണം പെർമനന്റ് ആയിട്ട് നമുക്ക് ഇവിടെയുള്ള സിറ്റിസൺസിന് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ അവർ മിസ്യൂസ് ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ആർക്കും കൊടുക്കാറില്ല. പിന്നെ ഷിൻചാൻ എനിക്ക് വിശ്വാസം ഉണ്ടായിക്കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ലാബിലോട്ട് കൊണ്ടുപോയി നിനക്ക് ആ ഒരു പവർ തരാൻ പോകുന്നത്. അവിടെ ഒരാളുണ്ട്, അയാളെ കയ്യിൽ നിന്ന് നൈസായിട്ട് നിനക്ക് ഞാൻ ആ ഒരു പവർ ഇന്നത്തേക്ക് തരാം. പക്ഷെ എന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓ, അത് മതി. അല്ലെങ്കിൽ എനിക്ക് പെർമനന്റ് ആയിട്ടൊന്നും വേണമെന്നില്ല. എനിക്ക് ആ ഒരു പവറും കാലൊക്കെ ഒന്ന് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു സ്യൂട്ടൊക്കെ ഇട്ടുകൊണ്ട് ജസ്റ്റ് നടക്കുമ്പോഴേക്കും ആ ഒരു പബ്ലിക് റിയാക്ഷനൊക്കെ കാണാൻ വേണ്ടിയാണ് മെയിനായിട്ട് എനിക്കിത് വേണ്ടത്. അപ്പം ഞാൻ അങ്ങനെ മിസ്യൂസ് ഒന്നും ചെയ്യത്തില്ല. ഇന്ന് യൂസ് ചെയ്തിട്ട് അയൺമാൻ അത് എടുത്തോ, അതൊന്നും കുഴപ്പമില്ല. ഷിൻചാന, നമ്മളെന്തായാലും ഒരു കെമിക്കൽ റിയാക്ഷനും കാലൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നീ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഇത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. എന്നാലും നിനക്ക് യാതൊരു വിധമായ വിഷയം ഉണ്ടാവാതെ നിന്റെ ഫ്രാങ്ക്ലിൻ അണ്ണന്റെ എന്തായാലും ഞാൻ കൊടുത്തിരിക്കും. അപ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ. എന്തായാലും നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ ആക്കാൻ നോക്കുന്നതായിരിക്കും. കാരണം അയാളെ കയ്യിൽ നിന്ന് എനിക്ക് പവർ എടുത്ത് തരികയാണ്. അതിൻ്റെ ആ ഒരു ടൈം എടുക്കുന്നതേ ഉള്ളൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, നീ ഞാനും ഏകദേശം ഒക്കെ സെയിം ആയിരിക്കും. പക്ഷെ അത് ഒരിക്കലും മിസ്യൂസ് ചെയ്യില്ല. നിന്റെ ആ ഒരു ഒറ്റ വാക്കിനാണ് നിനക്ക് ഞാൻ പവർ തരുന്നത്. ഇപ്പം നീയും എന്നെ പോലെ തന്നെ ആയില്ലേ? നിനക്ക് ആ ഒരു സ്യൂട്ടും കിട്ടുന്നുണ്ട്, പവറും കിട്ടുന്നുണ്ട്. നിന്റെ പവറും കാലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നീ പുറത്തോട്ട് പോയാൽ വിഷയം തന്നെ. എന്തായാലും ഞാൻ എന്തായാലും ഒന്ന് പുറത്ത് പോയിട്ട് ആ ഒരു പവറും കാലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വരാം. ഇതിപ്പോൾ നമ്മളാണെങ്കിൽ സിറ്റിന്റെ ടോപ്പ് ബിൽഡിംഗ് തന്നെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കുറച്ചേരം നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലൈ ആവുമെന്നാണ് പറഞ്ഞത്. എൻ്റെ മോനെ ഗൈസ്, നമ്മൾ അയൺമാൻ പറഞ്ഞതൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ നമുക്ക് പവറും കാലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇനി എവിടെ പോയി ഇടിച്ചാലും എവിടെ പോയി വീണാലും നമുക്ക് മരിക്കത്തതുമില്ല. ഇതുപോലെ നമുക്ക് ഇങ്ങനെ പറന്ന് നടക്കാം. പക്ഷേ ഈ ഒരു പവർ മാത്രമൊന്നുമല്ല, ഇനിയും 2 പവർ നമ്മളെ ഉണ്ട്. സോ ആ 2 പവറും കാലൊക്കെ നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്തായാലും കുറച്ച് നേരം ഈ സിറ്റിയുടെ മുകളിൽ കൂടെ ഒക്കെ നമുക്കിങ്ങനെ പറന്ന് നടക്കാം മച്ചമാരെ. എന്തായാലും ഇത് കിടിലായിട്ടുണ്ട്. അപ്പം പക്ഷേ എനിക്കൊരു വിഷം മാത്രമേ ഉള്ളൂ, ഈ ഒരു സ്യൂട്ട് നമുക്ക് ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ, പെർമനൻ്റ് ആയിട്ട് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചിലപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ വാക്ക് പാലിക്കാത്തനൊക്കെ ആയി പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല ഗൈസ്, നമ്മളങ്ങനെ വലുതായിട്ട് മിസ്യൂസ് ചെയ്യത്തില്ല. എങ്കിലും നമ്മൾ ആ ഒരു പവറും കാലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ആ ഒരു ഫ്ലൈയിങ് പവറും കാലൊക്കെ സെറ്റാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു പവറും കാലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ അടുത്ത പവർ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളൊക്കെ എല്ലാം കണ്ടു കാണുമായിരിക്കും. കൈവച്ചനെ നമുക്ക് എല്ലാവരും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഇതാ ഇവിടെ കുറേ വെഹിക്കിൾസ് അടപ്പില്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കൈ വെച്ചതാണെങ്കിൽ നൈസായിട്ട് താഴോട്ട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം മുകളിലോട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ആൾക്കാർ ക്രാഷ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു കിടിലം പോലത്തെ പവറാണ്. പക്ഷേ ഇത് ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അയൺമാൻ അങ്ങനെ മിസ്യൂസ് ചെയ്തില്ല. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു പവറും കാലം കാണിച്ചു തരുന്നത്. എന്തായാലും ഈ ഒരു വണ്ടിയൊക്കെ നിങ്ങൾക്ക് പറന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഏതാ പവർ അല്ലേ. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്. അതുകൊണ്ട് എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല.
നമുക്കിനി എന്തായാലും അടുത്തൊരു പവർ എന്താണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് നമ്മളൊരു സർവൈവൽ പവറാണ്. ഇതുപോലെയൊന്നുമല്ല, ഇത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള പവറാണ്. സോ അടുത്തൊരു പവർ എന്താ നമുക്ക് എന്തായാലും നോക്കിയിട്ട് വരാം. അടുത്ത പവർ എന്ന് പറയുമ്പോഴേക്കും നമുക്കാണെങ്കിൽ ഈ ഒരു കടലിലെ നടുക്കൂടെ തന്നെ നടന്നു പോകാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും നടക്കാനൊന്നും പറ്റത്തില്ല. നീന്തിയെ തന്നെ മുങ്ങി നിന്നാൽ പോലും കുറച്ച് നേരം നിൽക്കാൻ പറ്റത്തുള്ളൂ ഓക്സിജൻ ഇല്ലാതെ. പക്ഷേ നമുക്ക് ഈ ഒരു പവർ ഉണ്ടെങ്കിൽ നൈസായിട്ട് നമുക്ക് ഇങ്ങനെ നടന്നു പോകാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 2 പേര് നിൽപ്പുണ്ടല്ലോ, അവരെയൊക്കെ നമുക്ക് ഈ ഒരു നമ്മളെ മറ്റേ രണ്ടാമത് ഞാൻ പറഞ്ഞ ഒരു പവർ വെച്ച് കൺട്രോൾ ചെയ്യാനും പറ്റും. കണ്ടോ അവരിപ്പോൾ താഴോട്ട് വന്നുണ്ടോ, അതാണ് കേസ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പവറിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പം ഈ ഒരു പവർ നമുക്ക് സർവൈവലായിട്ട് യൂസ് ചെയ്യാം. എന്തായാലും നമ്മൾ എത്ര നേരം വാട്ടറിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഒരു ഇഷ്യൂസും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പവറാണ് ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഏത് സൂപ്പർ ഹീറോൻ്റെ സ്യൂട്ടും കാലൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം മച്ചന്മാരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് അനുസരിച്ചിരിക്കും നമ്മളെന്തായാലും അടുത്തൊരു വീഡിയോയും കാലും അടുത്തൊരു സൂപ്പർ ഹീറോനെ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി തുടർന്ന് വീഡിയോ കാണാൻ വേണ്ടി ജസ്റ്റ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.